ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഡയലക്ട്സ് ലേണിംഗ് മെയ്ഡ് ഈസി വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ മലയാളത്തിൽ ചെയ്യുന്ന ഒരു വീഡിയോ പ്രസൻറ്റേഷനാണ്. മെയിൻലി ഞാനിത് ഉദ്ദേശിക്കുന്നത് ആർക്കിടെക്ട്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, ലൈറ്റിംഗ് ഡിസൈനേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ടു ലേൺ ലൈറ്റിംഗ് ഡിസൈൻ. ലൈറ്റിംഗ് ഡിസൈൻ ഒരു ആർട്ടിസ്റ്റിക് വേ ആണ്. അത് പഠിക്കാനും അത് പ്രൊഫഷണലായിട്ട് തുടരാനും ആഗ്രഹമുള്ളവർക്കെല്ലാം ഇത് വളരെ യൂസ്ഫുൾ ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇത് പാർട്ട് 1. പാർട്ട് 2 ഓൺവേർഡ്സ് വിൽ ഗെറ്റ് ഇൻ ടു സീരിയസ് ആയിട്ട് തന്നെ ഇതിലേക്ക് ഡിസൈനിലേക്കും ഡയലക്ട്സ് യൂസ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ലക്സ് ലെവൽ കാൽക്കുലേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതൊരു ഇൻട്രൊഡക്ഷനിൽ ഞാൻ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. ഓക്കെ, സീരീസ് ഇനിയിപ്പം ഇത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെ ചെയ്യാനുള്ള ഒരു ഉദ്ദേശമാണ്. നിങ്ങളിത് ക്ലോസ് ആയിട്ടൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡയലക്ട്സ് യൂസ് ചെയ്തിട്ട് ലൈറ്റിംഗ് ഡിസൈൻ മാസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് തുടങ്ങുന്നതിന് മുമ്പിട്ട് എൻ്റെ ഒരു സ്ട്രോങ് റെക്കമെൻഡേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ലൈറ്റിനെ പറ്റിയിട്ടുള്ളൊരു ബേസിക് ലെസൺസ് എടുക്കുന്നത് നന്നായിരിക്കും. വല്ല ബുക്സോ അല്ലെങ്കിൽ നെറ്റിലെ കൂടിയോ നോക്കിയിട്ട് ഇത് ലക്സ് എന്താണ്, ല്യൂമെൻസ്, ഫോട്ടോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ, വാറ്റ്, ഗ്ലെയർ ഇൻഡെക്സ്, മെയിൻ്റനൻസ് ഫാക്ടർ, ഇങ്ങനെ കുറേ ടെക്നിക്കൽ ടേംസ് ഉണ്ട് റിലേറ്റഡ് ടു ലൈറ്റ്. അതുപോലെ കളർ ടെമ്പറേച്ചർ എക്സെട്ര. ഇതെല്ലാം ഇതിൽ വരും പലപ്പോഴും. അപ്പോൾ ഡയലക്ട്സ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് അറിയുമെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും കുറച്ച്. ഇത് മാൻഡേറ്ററി ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് അറിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ പ്രോസസ്സ് കുറച്ചും കൂടി ഈസിയാക്കാൻ സഹായിക്കും. എന്തായാലും അത് വേണ്ടി വരും. സോ ബെറ്റർ യു ഗെറ്റ് സം ഐഡിയ. ഐ ഹോപ്പ് യു ഓൾ വിൽ ബി നോയിങ് ദിസ്. പക്ഷേ എനിബഡി if they are not familiar with the technical terms related to light, ഒന്ന് ഗോ ത്രൂ ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഡയലക്ട്സ് എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ്സ് എ മോസ്റ്റ് പവർഫുൾ ടൂൾ യൂസ്ഡ് അറൗണ്ട് ദ വേൾഡ് നൗ എ ഡേയ്സ്. ഈ ഡയലക്ട്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ റൂമിലും ഓരോ ഏരിയയിലുമുള്ള ലൈറ്റിംഗ് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Based on the lighting level only, we lay the light fittings. അത് റൂമിലെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ലേ ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഡിസൈനിലേക്ക് പോവുക. ബേസിക് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ, തുടക്കം ലൈറ്റിലാണ്. ലൈറ്റ് വെച്ചു, പിന്നെയാണ് പവറിലേക്ക് പോകുന്നത്. ബാക്കിയുള്ളതൊക്കെ സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ലൈറ്റ് സർക്യൂട്ട് നമ്മൾ എടുക്കും. അപ്പോൾ ലൈറ്റ് സർക്യൂട്ട് എടുക്കുന്നതിന് മുമ്പിട്ട് ലൈറ്റ് ആവശ്യമാണ്. എന്നിട്ടാണ് നമ്മൾ ലോഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ അത് കൂടാതെ നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ആക്സെപ്റ്റഡ് ലെവൽ ഓഫ് ലൈറ്റിംഗ് ലെവൽ ഇൻ ടേംസ് ഓഫ് ലക്സ്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് യു ആർ ഡൂയിങ് എ ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷന്, മേ ബി വി വിൽ ആസ് പെർ ദ സ്റ്റാൻഡേർഡ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ 350 to 400 ലക്സ്. ഒരു ടോയ്ലറ്റാണ്, ഇറ്റ് ഈസ് ബിറ്റ്വീൻ 200 to 250 ലക്സ്. അല്ലെങ്കിൽ ഒരു കാർ പാർക്കാണ്, 100 ലക്സ്. അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ റൂമാണ്, അവിടെ 500 ലക്സ്. ഇനി അതിലൊരു ഓപ്പറേഷൻ തിയേറ്ററാണ്, ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ 10,000 to 15,000 ലക്സ്. അപ്പോൾ ഓരോ ഏരിയയിലും കറസ്പോണ്ടിങ് ആയിട്ട് ദർ ഇസ് ആൻ ആക്സെപ്റ്റഡ് ലെവൽ ഓഫ് ലക്സ്. ആ ലക്സിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഡിസൈൻ ചെയ്യുമ്പം ഇനീഷ്യലി നമ്മൾ ആ റിക്വയർഡ് ലക്സ് ലെവലിലേക്ക് ല്യൂമിനാരീസിനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് ലേ ചെയ്തിട്ട് വി വിൽ മേക്ക് എ സബ്മിഷൻ ടു ദ ക്ലയൻറ്റ് ഓർ ടു ദ കൺസൾട്ടൻറ്റ് ഓഫ് ദ പ്രോജക്റ്റ്. എന്നിട്ട് അപ്രൂവൽ എടുത്ത ശേഷം മാത്രമേ നമ്മൾ ഡിസൈനിലേക്ക് പോവുള്ളൂ. ഔട്ട്സൈഡ് ഇന്ത്യ ഇത് വളരെ വൈഡ്ലി യൂസ്ഡ് ആണ്. ഇന്ത്യയിലും ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. കൺസൾട്ടൻസും ക്ലയൻസും ഒക്കെ ആദ്യം ലക്സ് ലെവൽ കാണണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ദിസ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു എനർജി സേവിങ് ഓൾസോ. കണ്ടമാനം ലൈറ്റ് ഇട്ടിട്ട് അതിൻ്റെ ആംബിയൻസ് കളയുക, ഭയങ്കര ബ്രൈറ്റ് ലൈറ്റൊക്കെ കൊടുത്തിട്ട് കുറേ എനർജിയും പോക്കുക, അതല്ല. ആ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നവരും ലൈറ്റിംഗ് ഡിസൈൻ ചെയ്യുന്നവരും ശരിക്കത് കാൽക്കുലേറ്റ് ചെയ്ത് നല്ല ബ്യൂട്ടിഫൈ ചെയ്തിട്ട് നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ലൈറ്റിംഗ് ഡിസൈൻ ചെയ്യുക.
അപ്പോൾ അതിനൊക്കെ ഈ ഡയലക്സ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതെൻ്റെ പാർട്ട് 1 ആണ്. അടുത്തത് പാർട്ട് 2 ആയിരിക്കും. പാർട്ട് 2-ൽ നമ്മൾ ഡയലക്സ് ഈവോ വേർഷൻ 13.2 ഇൻസ്റ്റാൾ ചെയ്യും. ആദ്യം ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ കറൻ്റ്ലി ഇറ്റ് ഈസ് ഡയലക്സ് ഈവോ 13.2 ആസ് ഐ ടോൾഡ് യു. അതാണ് ഇപ്പോൾ അവൈലബിൾ ആൻഡ് ഇറ്റ് ഈസ് ഫ്രീലി അവൈലബിൾ. ഓക്കെ, പിന്നെ ഇവർ ഡയലക്സുകാർ ദേ ആർ connected to so many manufacturers, around 400 manufacturers. Sometimes I think nowadays even it's more than 400 light manufacturers or suppliers are members with this Dialex. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ലൈറ്റ് ഫിറ്റിങ്സ് ഡയലക്സിലേക്ക് കൂടി തന്നെ ലൈറ്റ് ഫിറ്റിങ്സ്, ല്യൂമിനാരീസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്, ഇതിൻ്റെ ടെക്നിക്കൽ ഡാറ്റാസ് എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു 3D പിക്ചർ ഓഫ് വൺ ഓഫ് എ സ്മോൾ പ്രോജക്റ്റ്. ഇറ്റ്സ് എ സ്മോൾ ചേഞ്ചിങ് റൂം. അത് ഞാൻ അതിൻ്റെ 3D എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. അത് 2D ആയിട്ട് ഡ്രോയിങ് നമ്മൾ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യും, ഡ്രോയിങ് ഓട്ടോകാഡ് ഡ്രോയിങ് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യും, എന്നിട്ട് ഡിസൈൻ ചെയ്യുന്നത് ഓരോ റൂമിലെ ലൈറ്റിംഗ് ലെവലിനനുസരിച്ചിട്ട് ഹൗ വി ഡിസൈൻ എന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഫ്രം 2 onwards, part 2 onwards. Okay, please follow me, please subscribe this so that I will have also motivation to continue with part 2, 3, 4 like that. Okay, thank you very much. Bye.